അനിൽ, ഇപ്പോൾ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ടല്ലോ ഈ അത്ലറ്റിക്സിൽ. പാലക്കാടും മലപ്പുറവും തമ്മിൽ. പാലക്കാടൻ 137 പോയിന്റ്, മലപ്പുറത്തിന് 134. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഈ സ്കൂളുകളുടെ കാര്യത്തിലാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി 1ാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് നടക്കാനുള്ളത് അനിൽ? അപേക്ഷ ഈ പറഞ്ഞ പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇപ്പോൾ മലപ്പുറം മുന്നിലേക്ക് വന്നു എന്നുള്ളത് ഒരു ഏറ്റവും ഒടുവിൽ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഏറ്റവും ഒടുവിൽ സമാപിച്ച മത്സരത്തിൽ സ്വർണവും വെങ്കലവും ഇപ്പോൾ മലപ്പുറത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതിന് പ്രകാരം അതിൻ്റെ ഒരു ഒഫീഷ്യൽ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട്. അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പോൾ മലപ്പുറം പാലക്കാടിനെ മറികടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5ഉം 1ഉം 6 പോയിന്റ് കൂടിയാവുമ്പോൾ 140 പോയിന്റിലേക്ക് മലപ്പുറം എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഒഫീഷ്യൽ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ എന്നിരുന്നാൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പുരോഗമിക്കുന്നത്. സ്കൂളുകളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി കഴിഞ്ഞ 3 തവണയും അവരായിരുന്നു ജേതാക്കൾ. 4ാം തവണയും അവർ കിരീടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കടന്നത്. ആദ്യ ദിവസങ്ങളിൽ ഒന്ന് പതിയെങ്കിൽ പോലും പിന്നീട് ത്രോ ഇനങ്ങളും ഇല്ലെങ്കിൽ ജാവലിൻ അടക്കമുള്ള മത്സരങ്ങൾ, പോൾ വോൾട്ട് അടക്കമുള്ള മത്സരങ്ങൾ വന്നപ്പോൾ ഐഡിയലിന്റെ കുട്ടികൾ തിളങ്ങുന്ന കാഴ്ച കണ്ടു. 40 പോയിന്റും കടന്ന് ഐഡിയലിന്റെ കുട്ടികൾ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർച്ചയായ 4ാം വർഷവും അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്കൂളുകളിൽ 1ാം സ്ഥാനത്തേക്ക് ഐഡിയൽ കടകശ്ശേരി വരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. തൊട്ടു പിന്നാലെയുള്ള പുലൂരാമ്പറ സ്കൂളിനെതിരെയാണ് ഇപ്പോൾ പരാതി കൂടി വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പോയിന്റ് ഡിഡക്ഷൻ കൂടി വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാർജിൻ അല്ലെങ്കിൽ ഒരു ലീഡ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിലുള്ള ഇത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി ഉന്മേഷ് ചോദിച്ചതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ ട്രാക്കിലാണ്. 400 മീറ്റർ ഹഡിൽസ് മത്സരങ്ങളാണ്. 4 പോരാട്ടങ്ങൾ നടക്കാനുണ്ട്. അതിനുശേഷം 800 മീറ്റർ പോരാട്ടങ്ങളാണ് അതിന് തൊട്ടു പിന്നാലെ ഈ ട്രാക്കിൽ, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഈ ട്രാക്കിൽ നടക്കാനുള്ളത്. എന്തായാലും ഗെയിംസ് വിഭാഗത്തിൽ തിരുവനന്തപുരം ഓവറോൾ ഗെയിംസ് വിഭാഗത്തിലും ഒപ്പം തന്നെ അക്വാട്ടിക്സിലെയും ബലത്തിൽ ഓവറോൾ തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ ആവേശം ട്രാക്കിലേക്ക് തന്നെയാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആരായിരിക്കും, ഏത് ജില്ലയായിരിക്കും, ഏത് സ്കൂളാണ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കൗതുകമുള്ളത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.